إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ 86-ാമത്തെ സൂറത്താണ് സൂറത്തു ത്വാരിഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ കൊണ്ടും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന ത്വാരിഖ് എന്ന നക്ഷത്രത്തെ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. തുടർന്ന് ഈ സൂറത്ത് ത്വാരിഖ് എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇത് വിശദീകരിക്കുന്നത് സത്യം ചെയ്തുകൊണ്ടാണ്. എന്താണ് ആയത്തുകൾ? വസ്സമാഇ വത്ത്വാരിഖ് വമാ അദ്റാക മത്ത്വാരിഖ് അന്നജ്മു ത്ഥാഖിബ്. ആകാശം തന്നെയാണ് സത്യം, രാത്രിയിൽ വരുന്നത് തന്നെയാണ് സത്യം. വമാ അദ്റാക മത്ത്വാരിഖ് എന്നാണ്. രാത്രിയിൽ വരുന്നത് അത്വാരിഖ് എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയുമോ? അന്നജ്മു ത്ഥാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമത്രേ അത് എന്നാണ്. തുളച്ചു കയറുന്ന നക്ഷത്രം. എന്താണ് നജ്മു ത്ഥാഖിബ് എന്ന് പറഞ്ഞാൽ? ഐ അൽ മുദീ അല്ലദീ യസ്ഖുബു നൂറുഹു ഫയഖ്റുഖു അസ്സമാവാതി ഫയൻഫുദു ഹത്താ യറാ ഫിൽ അർള് വസ്സഹീഹു അന്നഹു ഇസ്മു ജിൻസിൻ യശ്മലു സായിറൻ നുജൂമി ത്ഥവാഖിബ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറായി അവിടുത്തെ തഫ്സീർ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: അന്നജ്മു ത്ഥാഖിബ്, തുളച്ചു കയറുന്ന നക്ഷത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രകാശിക്കുന്നത് എന്നാണ്. അതിന്റെ പ്രകാശം തുളച്ചു കയറി ആകാശങ്ങളെ ഭേദിച്ചത് കടന്നുപോകുന്നു, ഭൂമിയിൽ നിന്ന് കാണത്തക്ക വിധം. യഥാർത്ഥത്തിൽ ഇത് തുളച്ചു കയറുന്ന നക്ഷത്രങ്ങളുടെ ഒരു വർഗനാമമാണ്. ഒരെണ്ണം മാത്രമല്ല, ഒരുപാട് നക്ഷത്രങ്ങൾ, മറ്റു നക്ഷത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ്. വീണ്ടും കാണാം, വഖദ് ഖീല ഇന്നഹു സുഹൽ അല്ലദീ യഖ്റുഖു അസ്സമാവാതി അസ്സബ്അ വയൻഫുദുഹാ ഫയറാ മിൻഹാ വസുമ്മിയ ത്വാരിഖൻ ലിഅന്നഹു യത്റുഖു ലൈലൻ. 7 ആകാശങ്ങളെയും മുറിച്ചു കടക്കുന്ന ശനി ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നതും വിദൂരതയിലുള്ളതുമായ നക്ഷത്രമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ അഭിപ്രായപ്പെടുന്നു. രാത്രിയിൽ വരുന്നത് കൊണ്ടാണ് ഇതിന് ത്വാരിഖ് എന്ന പേര് വന്നതെന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓതിപ്പോകുന്ന സൂറത്തിന്റെ മആനിയാണത്. ഈ കാര്യങ്ങളെ കൊണ്ട് മുഴുവനും സത്യം ചെയ്ത ശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. നോക്കൂ, നമ്മളെപ്പോഴും ഓതിപ്പോണ ഒരു സൂറത്താണത്. ഇങ്ങനെ റബ്ബുൽ ഇസ്സത്ത് വാവ്, ഖസമിന്റെ വാവ് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയുന്നത് എന്തറിയോ നിങ്ങൾ? മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നൊഴിയാതെ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് റബ്ബുൽ ഇസ്സത്ത് പറയാണ്. എന്താണ്? കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്. ഈ നക്ഷത്രത്തെ കൊണ്ടൊക്കെ സത്യം ചെയ്തിട്ട് പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരൻ ഉണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളുമില്ല എന്നാണ്. അതിന്റെ 4-ാമത്തെ ആയത്ത്. ഏതൊരു മനുഷ്യന്റെ പ്രവർത്തനത്തിനും ഒരു മേൽനോട്ടക്കാരനുണ്ട് എന്നാണ്. അതായത് മുഫസ്സിറുകൾ ഇമാം സഅദി വിശദീകരിക്കുകയാണ്, യഹ്ഫദു അലൈഹാ അഅമാലഹ സ്വാലിഹത വസ്സയ്യിഅ വസതുജാസാ ബിഅമലിഹാ അൽമഹ്ഫൂദി അലൈഹാ. നല്ലതും മനുഷ്യരുടെ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുകയും അതിന് പിന്നീട് പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നു. നിരീക്ഷകന്മാരായി റബ്ബുൽ ഇസ്സത്ത് മലായികത്തുകളെ സംവിധാനിക്കുന്നു. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അത് എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മലായികത്തുകൾ എല്ലാവരുടെയും കൂടെയുണ്ടെന്ന് സൂറത്ത് ഇൻഫിത്താർ 82-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല പറയാണ്. എന്താ അല്ലാഹു തആല പറയുന്നത്? വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. തീർച്ചയായും നിങ്ങളുടെ മേൽ, മനുഷ്യരെ നിങ്ങളുടെ മേൽ, ആണും പെണ്ണുമായി പറന്നവരെ നിങ്ങളുടെ മേൽ, വൃദ്ധനും യുവാവും വാർദ്ധക്യാവസ്ഥയിലും പ്രായപൂർത്തിക്കിപ്പുറം ജീവിക്കുന്നവരെ നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. മനുഷ്യരുടെ മേൽ ചില മേൽനോട്ടക്കാർ, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാർ. എന്നിട്ട് പറഞ്ഞ വാക്കെന്തരങ്ങള്, യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരറിയുന്നു എന്നാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅൻതും ലാ ബുദ്ദ അൻ തുഹാസബു അലാ മാ അമിൽതും വഖദ് അഖാമ അല്ലാഹു അലൈക്കും മലായികതൻ കിറാമൻ യക്തുബൂന അഖ്വാലക്കും വഅഫ്ആലക്കും വയഅലമൂനഹാ ودخل في هذا أفعال القلوب وأفعال الجوارح فاللائق بكم أن تكرموهم وتجلوهم وتحترموهم. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കണം. മനുഷ്യരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പരിശോധിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ വാക്കുകളും രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ മാന്യന്മാരായ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിസ്കാരം അവർ കാണുന്നു, നിസ്കരിക്കാതിരിക്കുന്നത് അവർ കാണുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അവർ കാണുന്നു, അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് പിടിക്കുന്നതും അവർ കാണുന്നു, രേഖപ്പെടുത്തുന്നു. ഇതിൽ ഇമാം സഅദി പറയാണ്, ഇതിൽ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഉൾപ്പെടും. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ അവർ രേഖപ്പെടുത്തി വെക്കുന്നു. മനുഷ്യന്റെ ജവാരിഹികൾ കണ്ണുകൊണ്ടെന്ത് കണ്ടു, കാതുകൊണ്ടെന്ത് കേട്ടു, കൈകൊണ്ടെന്ത് പ്രവർത്തിച്ചു, കാലെവിടേക്കാണ് സഞ്ചരിച്ചത്, അവയവങ്ങൾ കൊണ്ടെന്നാണ് പ്രവർത്തിച്ചത്, എല്ലാം അവർ രേഖപ്പെടുത്തുമെന്നാണ്. നിങ്ങൾക്ക് നല്ലത്. എന്നിട്ട് ഇമാം സഅദി നമുക്കൊരു ഉപദേശം നൽകാൻ, നിങ്ങൾക്ക് നല്ലത് അള്ളാഹുവിനെ ആദരിക്കലും മഹത്വപ്പെടുത്തലും ബഹുമാനിക്കലുമാണ്. വല്ലാത്തൊരു വാക്കാണ്. എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞറിയോ ഈ വിഷയത്തെ കുറിച്ച്? ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. അതെ, നമ്മുടെ ദൂതന്മാർ, മലക്കുകൾ അവരുടെ അടുക്കൽ എഴുതിയെടുക്കുന്നുണ്ട്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. 45-ാം അധ്യായത്തിന്റെ 29-ൽ കാണാം, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നാം എഴുതിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. എല്ലാം എഴുതുന്നു എന്നാണ്. സൂറത്ത് ഖാഫിൽ ഇത് കാണാം. എന്ത്? വഖാല ഖരീനുഹു. ആഖിറത്തിലെത്തുമ്പോൾ സംഭവമാണ്. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്.
അവന്റെ മനുഷ്യന്റെ കൂടെയുള്ള സഹചാരി മലക്ക് പറയും, ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറുള്ളത്. അഥവാ രേഖ. 50-ാം സൂറത്ത് ഖാഫിന്റെ 23-ാമത്തെ ആയത്ത്. യഖൂലു തആല വഖാല ഖരീനുഹു, അവന്റെ സഹചാരി പറയും എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ. അതിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി പറയാണ്, ഐ ഖരീനു ഹാദൽ മുകദ്ദിബിൽ മുഅ്രിദ് മിനൽ മലായിക വല്ലദീന വക്കലഹുമുല്ലാഹു അലാ ഹിഫ്ളി وحفظ أعمالي فيحضره يوم القيامة ويحضر أعماله. അവന്റെ സഹചാരി പറയും, മലക്ക് പറയുന്ന പറഞ്ഞാൽ ഹക്കിനെ അവഗണിച്ച, സത്യത്തെ നിഷേധിച്ച ഈ നിഷേധിയുടെ മലക്കായ സഹചാരി പറയും, ഈ മലക്കുകളെയാണ് അള്ളാഹു അവന്റെയും അവന്റെ പ്രവർത്തനങ്ങളുടെയും സംരക്ഷണം ഏൽപ്പിച്ചത്, നോക്കാൻ, രേഖപ്പെടുത്താൻ അള്ളാഹു ഏൽപ്പിച്ചത്. ആ മലക്ക് പറയുന്നതാണ്, ഇത് എന്റെയും നിങ്ങളുടെയും കൂടെ നമ്മുടെ അമലുകൾ രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച മലക്കുകള്. അവര് പറയും, അവനെയും അവന്റെ പ്രവർത്തനങ്ങളെയും ഖിയാമത്ത് നാളിൽ ഹാജരാക്കും. എന്നിട്ട് വയഖൂലു ഹാദാ മാ ലദയ്യ അതീദ്, മലക്ക് പറയാണ്, ഇതാകുന്നു എന്റെ പക്കൽ തയ്യാറുള്ളത്. ഏത്? ഒരു മനുഷ്യന്റെ ആയുസ്സിലെ പ്രവർത്തനങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയ കിതാബ് മുന്നിൽ ഹാജരാക്കിയിട്ട് മലക്ക് പറയാണ്, ഐ അതായത് ഖദ് അഹ്ബർതു മാ ജുഇൽതു അലൈ മിൻ ഹിഫ്ളിഹി വഹിഫ്ളി അമലിഹി ഫയുജാസാ ബിഅമലിഹി, എന്നെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവനെയും അവന്റെ പ്രവർത്തനത്തെയും ഞാനിതാ ഹാജരാക്കിയിരിക്കുന്നു റബ്ബേ എന്ന് ഓരോ മലക്കും, മനുഷ്യരുടെ കൂടെയുള്ള മലക്കുകൾ മനുഷ്യനെ നിർത്തിയിട്ട് റബ്ബിനോട് പറയുന്നതാണ്. എന്താ വാക്കെന്നറിയോ? എന്നെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച് എന്തൊക്കെയാണ് ഈ മനുഷ്യൻ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയാണ്, അവന്റെ പ്രവർത്തനത്തെയും അവനെയും ഞാനിതാ ഹാജരാക്കിയിരിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓതിപ്പോണ സൂറത്ത് ത്വാരിഖിന്റെ ഇതിവൃത്തം പ്രിയമുള്ളവരെ കണ്ണ് നനയിപ്പിക്കുന്നതും ഖൽബ് പടപ്പിക്കുന്നതുമാണ്. എത്ര സ്ഥലത്താണ് അള്ളാഹു പറഞ്ഞത്? മനുഷ്യന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്ത് റഅദിലും അല്ലാഹു തആല പറയുന്നു. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്. മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ മലായിക്കത്തുകൾ ഉണ്ട് എന്നാണ്. ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്നിവിടെ പറഞ്ഞത് ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗ മലക്കുകൾ ഉദ്ദേശിച്ചാകാമെന്നാണ്. ഏതായാലും മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു തആല അവനെ ഉണർത്തുകയാണ്. ഇത് നമ്മൾ മുമ്പും ഈ മിമ്പർ ചർച്ച ചെയ്ത കാര്യമാണ്. പല നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു രേഖപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ മനുഷ്യനെ വീക്ഷിക്കുന്ന ആരാ? അല്ലാഹു തആലയാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദാ. എന്നിട്ടും അല്ലാഹു വീണ്ടും മലക്കുകളെ കൂടി സംവിധാനിക്കാൻ. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, മനുഷ്യർ എന്ന നിലക്ക് നാം നമ്മുടെ ഉത്ഭവത്തെയും സൃഷ്ടിപ്പിനെയും കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ അപാരമായ ശക്തിയും നമ്മുടെ ദുർബലതയും ബോധ്യപ്പെടുമെന്ന് അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തിലൂടെ. അപ്പൊ മനുഷ്യനോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ത്വാരിഖ് എന്ന നക്ഷത്രത്തെ സത്യം ചെയ്തിട്ട് പിന്നീട് പറയുന്നത്, മനുഷ്യരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങള്, ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, എന്നാൽ മനുഷ്യ താനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, എന്തെന്നാണോ നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഈ അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യല്ലേ, അല്ലാഹു തആല ഈ പറഞ്ഞ കാര്യല്ലേ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഞാനും നിങ്ങളും വസ്തുനിഷ്ഠമായി ഇതുവരെയെങ്കിലും ആലോചിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച്? എത്ര വട്ടം ഓതി പോണത്? ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. എന്നിട്ട് അടുത്ത ഉത്തരം എന്തെന്നാ? ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. ഈ ദ്രാവകം എവിടുന്നാണ് പുറത്തു വരുന്നത്? മുതുകല്ലിന്റെയും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്നത് പുറത്തു വരുന്നു എന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര നിസ്സാരതയാണ് മനുഷ്യന്റേതെന്ന് ബോധ്യപ്പെടുത്താൻ. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തുള്ളിൽ നിന്ന്, അഥവാ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ അള്ളാഹു പടക്കണത്. അതെവിടുന്ന വരുന്നത്? മുതുകല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നു എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത് ഇമാം സഅദി അതിനെ വിശദീകരിക്കുകയാണ്. യുഹ്തമലു അന്നഹു മിൻ ബൈനി സുൽബിർ റജുലി വതറാഇബിൽ മർഅതി വഹിയ സദിയാഹാ. പുരുഷന്റെ മുതുകിനും സ്ത്രീയുടെ നെഞ്ചെല്ലുകൾക്ക് സ്ഥലങ്ങൾക്കും ഇടയിൽ നിന്നും എന്ന അർത്ഥമായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നതാണ്. രണ്ടാമത് ഇമാം സഅദി തന്നെ വീണ്ടും പറയുന്നു, പുരുഷന്റെ തന്നെ മുതുകല്ലിൽ നിന്നും പുരുഷന്റെ തന്നെ നെഞ്ചെല്ലിന്റെ ഇടയിൽ നിന്നും എന്നുമാകാമെന്നാണ്. വയുഹ്തമലു അന്നൽ മുറാദൽ മനിയ ദാഫിഖ് വഹുവ മനിയ റജുൽ. വനിയ റജുൽ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയം എന്ന് പറയുന്നത് പുരുഷന്റേതാണെന്നാണ്. എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, വ അന്ന മഹല്ലഹു അല്ലദീ യഖ്റുജു മിൻഹാ മാ ബൈന സുൽബിഹി വ തറാഇബിഹി വലഅല്ല ഹാദാ ഔല ഫഇന്നഹു ഇന്നമാ വസഫ അല്ലാഹു ബിഹിൽ മാ അദ്ദാഫിഖ് അല്ലദീ യഹസ്സു ബിഹി വയുശാഹിദു ദഫഖ ഹുവ മനിയ റജുൽ വകദാലിക ലഫ്ളു തറാഇബി ഫഇന്നഹാ തുസ്തഅമലു ഫി റജുൽ ഫഇന്ന തറാഇബ ലിർറജുൽ ബിമൻസിലത്തി الثديين للأنثى فلو أريدت الأنثى لقيل من بين الصلب والثديين ونحو ذلك والله أعلم. അത് പുറപ്പെടുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ തന്നെ മുതുകല്ലിന്റെയും നെഞ്ചലിന്റെയും ഇടയിൽ നിന്നാകാം. ഇതായിരിക്കാം കൂടുതൽ ശരിയെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, തെറിച്ചു വീഴുന്ന ദ്രാവകം എന്നത് നമ്മുടെ അനുഭവത്തിലും കാഴ്ചയിലും ഉള്ളത് തന്നെയാണ്. സുബ്ഹാനക അദീം. മനുഷ്യർക്ക് പരിചയമുള്ളത് മാത്ര മനുഷ്യരോട് അല്ലാഹു തആല പറഞ്ഞത്. ഇവിടെ നെഞ്ചല് എന്ന് പറഞ്ഞതും പുരുഷന്റേത് തന്നെയാണെന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സ്ത്രീകളുടെ മാറിടത്തിന്റെ സ്ഥലങ്ങളുടെ ഭാഗത്താണ് പുരുഷന്റെ നെഞ്ചല്. സ്ത്രീയെ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളുടെയും മുതുകലിന്റെയും ഇടയിൽ നിന്നോ എന്നോ മറ്റോ പറയേണ്ടിയിരുന്നു. വല്ലാഹു ആലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് അള്ളാഹുവിലേക്ക് വിടാൻ. പ്രിയമുള്ളവരെ, ഇവിടെ മനുഷ്യന്റെ പുരുഷന്റെ ഇന്ദ്രിയവും സ്ത്രീയുടെ അണ്ടവും ബീജവും അണ്ടവും കൂടിച്ചേർന്നാണ് മനുഷ്യരാശി ഉണ്ടാകുന്നത് എന്നത് അല്ലാഹു തആല അവന്റെ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിച്ചാൽ. ഇന്ന് വെള്ളിയാഴ്ചയില് രണ്ടാമത്തെ സുബഹി നിസ്കരിക്കുന്നിടത്ത് നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ ഓതിപ്പോണ സൂറത്തുൽ ഇൻസാനിൽ കാണാം, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതാണ്. സുബ്ഹാനക അലീം. ഈ ആയത്തിന്റെ തഫ്സീറിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഈ ആയത്തിന്റെ തഫ്സീറായി, പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവുമാണ് എന്നാണ്. രണ്ടുപേരുടേതും കൂടിച്ചേർന്ന് അംശാജിൻ നബ്തലി. നോക്കൂ നിങ്ങൾ, തഫ്സീറില് 1400 വർഷങ്ങൾക്ക് മുമ്പ്, വെറും 40 30 അല്ലെങ്കിൽ 50 വർഷമായിട്ട് ഇങ്ങനെ സംവിധാനം ശാസ്ത്രീയമായി കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. സുബ്ഹാനക അലീം. അള്ളാഹുവിന്റെ ഖുർആന്റെ ഇജാസ നമുക്കത് വേണ്ടാത്തുള്ളൂ. നമുക്കേ അള്ളാന്റെ ഖുർആൻ വേണ്ടാത്തുള്ളൂ. നമുക്കേ സൂറത്ത് വേണ്ടാത്തുള്ളൂ. നമുക്കത് വെറുതെ ഓതിപ്പോകാൻ മാത്രമുള്ള ഒരു പാരായണ ഗ്രന്ഥം നമുക്ക് മാത്രമാണ്. എന്നാൽ പഠിക്കുന്നവർക്ക് ഓരോ ആയത്തും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്ന് തെറിച്ചു വീഴുന്ന ഒരു നിസ്സാര ജലത്തിന്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനാണ് മനുഷ്യൻ. യാ അല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച്, മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر. ഇരിക്കുന്നവൻ, നിൽക്കുന്നവൻ, ഫ്ലൈറ്റ് ഓടിക്കുന്നവൻ, ഏറ്റവും അറിയപ്പെട്ട സയന്റിസ്റ്റ്, ലോകത്തെ ഏറ്റവും മനുഷ്യര് എന്താ പറയാ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന മനുഷ്യ ജന്മങ്ങൾ, സ്ത്രീ ജന്മങ്ങൾ മുഴുവനും അസലെന്താണ്? ഒരു ചെറിയ ഇന്ദ്രിയ ബിന്ദു, ഒരു കണിക മാത്രം. എന്തിനാണ് എന്നിട്ട് മനുഷ്യരിങ്ങനെ, ഞാൻ ആലോചിക്കും പലപ്പോഴും, എന്തിനാ അങ്ങനെ അന്തല്ല നടക്കണം? നമ്മൾ അസൽ അന്വേഷിച്ചു പോയാല് വളരെ നിസ്സാരമാണ്. എങ്കിൽ ഇങ്ങനൊരു നിസ്സാരമായ വസ്തുവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഭൂമിയിൽ വളർത്താൻ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ, തൊട്ടായത്ത് പറയണത് മരണത്തിന് ശേഷം അവന്റെ പ്രവർത്തനങ്ങൾ വിചാരണ ചെയ്യുന്നതിനും അവർക്ക് പ്രതിഫലം നൽകുന്നതിനുമായി അവനെ പുനർജീവിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവൻ തന്നെയല്ലേ. അതാണ് അടുത്ത ആയത്ത്. എന്താ? ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. ആയത്ത് ഓതിപ്പോയിട്ടുണ്ടാകാം, ആയത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാകാം, പക്ഷെ ആയത്തിന്റെ ആശയം ആലോചിച്ചൊക്കെ നിങ്ങൾ സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയാണ്, മനുഷ്യനെ
തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായും അവൻ കഴിവുള്ളവനാകുന്നു. തീർച്ചയായും അല്ലാഹു തആല കഴിവുള്ളവനാകുന്നു. ഒരു നിസ്സാരമായ വസ്തുവിൽ നിന്ന് ഒരു ഉമ്മയുടെ വയറ്റിനകത്ത് ഒരു നിശ്ചിത കാലയളവിൽ അവന് സംവിധാനിച്ച് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാനും പിന്നെ അവനെ മരിപ്പിക്കുന്നത് വരെ വളർത്താനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും അങ്ങനെ അവനെ മരിപ്പിക്കാനും ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരു തരത്തിലും പ്രയാസമുള്ളവനല്ല അല്ലാഹു തആല, കഴിവുള്ളവനാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞത് നിങ്ങള് ഫല്ലദി ഔജദൽ ഇൻസാന മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ഹാദൽ മൗദിഇ അസ്സഅബ് ഖാദിറുൻ, അല്ലാഹുവിനെ കുറിച്ച് പറയാണ്, ഖാദിറുൻ അലാ റജ്ഇഹി ഫിൽ ആഖിറ വഇആദതിഹി ലിൽ ബഅത്ത് വന്നുശൂർ വൽ ജസാ. തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയവൻ, നിസ്സാരമായ ഒരു ബീജത്തിൽ നിന്നും കൂടിച്ചേർന്ന അണ്ടത്തിൽ നിന്നും മനുഷ്യനെ ഉണ്ടാക്കിയവൻ, ഏറ്റവും സങ്കീർണമായ ഒരു സ്ഥാനത്ത് ആ ഇന്ദ്രിയത്തെ പുറത്തെത്തിച്ചവൻ, ആഖിറത്തിൽ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനും ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരുമിച്ച് കൂട്ടാനും അവന്റെ ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനുമെല്ലാം കഴിവുള്ളവൻ തന്നെയാണ്. ഖാദിറുൻ, കഴിവുള്ളവൻ തന്നെയാണ്. എപ്രകാരം സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞതുപോലെ എന്താണ്, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖ قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. മനുഷ്യൻ കണ്ടില്ലേ, അവനെ നാം ഒരു ബീജഗണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. എന്നിട്ട് അവനതാ ഒരു പ്രത്യക്ഷമായ എതിർപ്പുകാരനായിരിക്കുന്നു. വെറും ഒരു ബീജം. അല്ലാഹ് എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല, അങ്ങനെ ഒരു ആഖിറമില്ല, അങ്ങനെ ഒരു വിചാരണയില്ല, ഒരു സ്വർഗ്ഗമില്ല, നരകമില്ല, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന പൊട്ടത്തരം പറയുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ തന്നെ അല്ലാഹ് ഇത് ഇവിടുന്നാണോ നീ വന്നത്, ഒരു നിസ്സാരമായ ബീജം. റബ്ബ് പറയാണ്, അവൻ നമുക്കൊരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു, തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നു കളയുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് ചോദിക്കാണ്, മനുഷ്യൻ ചോദിക്കാണ്, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവക്ക് ജീവൻ നൽകുന്നത്? പറയ് നബിയെ, ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെ അവക്ക് ജീവൻ നൽകുന്നതാണ്. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അറിവുള്ളവൻ അത്രയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. അതെ, ഈ ലോകത്ത് ജനിച്ചു വീണ ഓരോ കുഞ്ഞും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകണതാണ്. പ്രസവം എത്ര സന്തോഷത്തോടുകൂടി ആളുകൾ ആഘോഷിക്കല്. ആ പ്രസവിച്ച് വീഴുന്ന സമയത്ത് തന്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തി പിടിച്ച് അതിന്റെ വായിലേക്ക് പാല് കുടിക്കാനുള്ള സംവിധാനവുമായി മുന്നോട്ട് പോകുന്ന ഒരു മാതാവിന്റെ മനസ്സിനകത്തുണ്ടാകുന്ന സന്തോഷം എത്രയാണ് എങ്കിൽ ആ ഉമ്മ ആലോചിക്കേണ്ടത്, ഞാൻ ഭൂമിയിലേക്ക് പെറ്റിട്ട് എന്റെ പൊന്നുമോൾ അല്ലെങ്കിൽ പൊന്നുമോൻ അതെന്നെ വിട്ട് പിരിഞ്ഞു പോകാനുള്ളതാണ്. പല ആൾക്കാരും കുഞ്ഞുണ്ടായ ഭയങ്കര ആഹ്ലാദത്തിലാണ്. മക്കൾ പ്രസവിച്ചു പോകണം, എന്തൊരു സന്തോഷം ആളുകൾക്ക്. അൽഹംദുലില്ലാഹ്, സന്തോഷിക്കേണ്ട വിഷയമാണ് എന്നങ്ങൾ ആലോചിക്കും. ഈ സന്തോഷിക്കുന്ന പലരും മറന്നുപോകുന്ന ഒന്നും തരങ്ങള്, ഈ ജനിച്ചു വീണ കുഞ്ഞി മണ്ണിന്ന് തിരിച്ചു പോകാനുള്ളത്. എന്താണ് വലിയ പ്രശ്നം? തിരിച്ചു പോകാനുള്ളതാണ്. അത് ആൾക്കാർ പറയപ്പോ തന്നെ ഖബറിന്റെ അടുത്തെത്തുമ്പോ അതിന് സ്വീകാര്യമായി വന്നൊന്നല്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഖലാസ്, പരിപാടി കഴിഞ്ഞു, വർത്താനം. പ്രിയമുള്ളവർ, എന്റെ മക്കളെ, നെഞ്ചിൽ തട്ടിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലേ, ഇവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലേ, ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കണ്ടെങ്കിലേ, മരണം എന്നത് അല്ലാഹു നമുക്ക് കണക്കാക്കി ഇപ്പോഴുള്ളതിലേറെ യാഥാർത്ഥ്യമായ വിഷയം. അത് മടങ്ങി പോകേണ്ടതുണ്ടെന്നാണ്. ഇത് മറന്നുപോകുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ വലിയ പ്രശ്നം. പിന്നെ പ്രിയമുള്ളവരെ, അല്ലാഹു തആലയുടെ അടുത്ത വരി പറഞ്ഞു തരൂ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസമാണതാണ്.
എത്രത്തോളം അറിയങ്ങള് ഏതൊക്കെ രഹസ്യം നമുക്ക് മറച്ചേക്കാൻ പറ്റും? എല്ലാ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ച ഉദ്ദേശങ്ങളും വിശ്വാസങ്ങളും അന്ന് മറനീക്കി പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. അതാണല്ലോ പറഞ്ഞത് യൗമ തുബ്ലസ് സറായിർ. രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. ആരുടേത്? മനുഷ്യവർഗത്തിൻ്റെത്. യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അതായത് തുഖ്തബറു സറായിറുസ് സുദൂർ വയദ്ഹറു മാ കാന ഫിൽ ഖുലൂബി മിൻ ഖൈരിൻ വശർരിൻ അലാ സഫഹാത്തിൽ വുജൂഹ്. നെഞ്ചകത്തുള്ള രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുകയും ഹൃദയങ്ങളിലുള്ള നന്മ തിന്മകൾ മുഖത്ത് പ്രകടമാവുകയും ചെയ്യും. ഖാല തആല യൗമ തബ്യദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇത് മനുഷ്യന്റെ മുന്നിൽ വരാനുള്ളതാണ്. എന്നിട്ട് ഇമാം സഅദി പറയാണ് ഫഫിദ് ദുനിയ تنكتم كثير من الأمور ولا تظهر عيانا للناس وأما يوم القيامة فيظهر بر الأبرار وفجور الفجار وتصير الأمور علانية. മുഖങ്ങൾ വെളുക്കുന്ന ചില മുഖങ്ങൾ കറക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം കാര്യങ്ങൾ ജനങ്ങൾ അറിയാതെ മറച്ചു വെക്കാൻ കഴിയും. ബാപ്പയെ മറച്ചു വെക്കാൻ കഴിയും മക്കൾക്ക്, ഭാര്യയെ മറച്ചു വെക്കാൻ കഴിയും ഭർത്താവിനെ മറച്ചു വെക്കാൻ കഴിയും ഭാര്യക്ക്. എന്നാൽ ഖിയാമത്തിന്റെ നാളിൽ പുണ്യവാന്മാരുടെ പുണ്യങ്ങളും അധർമ്മകാരികളുടെ അധർമ്മങ്ങളും പരസ്യമായി തീരുന്നതാണ്. അല്ലാഹു അക്ബർ. എത്ര മറച്ചാലും ഒരു നാൾ വെളിക്ക് വരുന്നതാണത്. നമ്മൾ എന്താ മറച്ചുവെക്ക? ഏത് തെറ്റ് നമ്മൾ മറച്ചുവെക്ക? ആൾക്കാരെ പേടിച്ചിട്ട് തെറ്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ആൾക്കാരെ പേടിച്ച് ചിലര് പറയും പടച്ചോനെയും പേടില്ല, പിന്നെ പടപ്പുകളെയും പേടില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. പ്രിയമുള്ളവർ, നമുക്ക് അള്ളാഹുവിൽ ഭയമുണ്ടാകണം. തിരിച്ചുപോക്കിന്റെ ലോകത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകണം. എന്നിട്ടോ അന്നത്തെ ദിവസം മനുഷ്യന്റെ അവസ്ഥ എന്തറിയോ? ഫമാലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ. അപ്പോൾ അവന് യാതൊരു ശക്തിയോ ഒരു സഹായിയോ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇമാം സഅദി ഈ ആയത്തിന് വിവരണം നൽകുന്നത് ഇപ്രകാരമാണ്: ഫമാലഹു മിൻ ഖുവ്വത്തിൻ യദ്ഫഉ ബിഹാ വലാ നാസിരിൻ മിൻ ഖാരിജിൻ യൻതസിറു ബി ഫഹാദൽ ഖസമു അലാ ഹാലത്തിൽ ആമിലീന വഖ്ത അമലിഹിം വഇൻദ ജസാഇഹിം. അപ്പോൾ അവന് മനുഷ്യന് യാതൊരു ശക്തിയോ സഹായമോ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം നിലക്ക് ഒരു ശക്തി ഉണ്ടാവില്ല. പുറത്തു നിന്നുള്ള സഹായത്താലോ ഉള്ളൊരു ശക്തിയും അവനുണ്ടാകൂല. സ്വന്തം നിലക്കോ പുറത്തുനിന്നോ ഒരു ശക്തി അവനുണ്ടാകൂല. നമ്മളൊക്കെ പറയും നമുക്ക് കുടുംബക്കാരുണ്ട്, കൂട്ടക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്. ചിലപ്പോൾ പിണങ്ങി എന്നിട്ട് ഭർത്താവിനോട് ഭാര്യ പറയും, നിങ്ങളില്ലെങ്കിലും എനിക്ക് എന്റെ ബാപ്പയും എന്റെ കൂടപ്പുറപ്പുകളും ഉണ്ടെന്ന്. എന്നാൽ പ്രിയമുള്ളവർ ആഖിറത്തിൽ ആരും ഉണ്ടാകില്ലെന്ന്. ഒരു സഹായം ഉണ്ടാവില്ല. ഒരു തോന്നലും ഒരു വർത്താനം മാത്രമാണ്, ഒന്നോടെ ഉണ്ടാവില്ല. ഫമാലിൽ ഇൻസാനി ഫീ ദാലികൽ യൗമി മിൻ ഖുവ്വത്തിൻ യംതനിഉ ബിഹാ മിൻ അദാബില്ലാഹി വല മുഈനിൻ യുഈനുഹു. എന്നിട്ട് ഇമാം സഅദി പറയാണ്, അന്നേ ദിവസം അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് തടുത്തു നിർത്തുന്ന ഒരു ശക്തിയോ സഹായിക്കുന്ന ഒരു സഹായിയോ മനുഷ്യനുണ്ടായിരിക്കൂല. ഇത് ശരിക്കും ആലോചിക്കണം. നമ്മളെല്ലാവരും ആലോചിക്കണത് ഇപ്പൊ തൽക്കാലം കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത് മാത്രമാണ്. എത്ര തന്നെ ആയത്തോതിയാലും, എത്ര ഹദീസുകൾ വായിച്ചാലും, എത്ര ദീനുണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ഈ ദുനിയാവിനോട് ഒട്ടി നിൽക്കുന്ന സ്വപ്നങ്ങളും ചിന്തകളും മാത്രമാണ്. അതാണ് വലിയ അപകടം. നമ്മളിത് പരീക്ഷിക്കപ്പെട്ടത് അവിടെയാണ്. ഒരു തിരിച്ചുപോക്കോ, അള്ളാന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസമോ, ആഖിറത്തിൽ സ്വർഗത്തിലെത്തപ്പെടുന്ന ഒരവസ്ഥയോ, നരകമെന്ന് പറയുന്ന ഭയാനകമായ ശിക്ഷയോ, പ്രയാസങ്ങളോ, പീഡനങ്ങളോ, ക്ലേശങ്ങളോ മനുഷ്യരുടെ മുന്നിൽ വരുന്നില്ല. നിസ്കരിക്കുന്നിടത്ത് പോലും നമുക്കത് കിട്ടണില്ലെങ്കിൽ പിന്നെ പ്രിയമുള്ളവർ എവിടെ നമുക്ക് ഇത് കിട്ടങ്ങളൊന്ന് പറയും. നിസ്കരിക്കുന്നിടത്ത് പോലും, ഇബാദത്തെടുക്കുന്നിടത്ത് പോലും നമുക്ക് ഈ ഒരു വിചാരവും വികാരവും വരുന്നില്ലെങ്കിൽ പിന്നെ എവിടെ നമുക്ക് ഇത് വരിക? അല്ലാഹുൽ മുസ്തആൻ. ഈ സൂറത്തില് അല്ലാഹു തആല ഇതുവരെ സത്യം ചെയ്ത് പറഞ്ഞത് പ്രവർത്തിക്കുന്നവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെയും കുറിച്ചാണ്. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന്, പ്രവർത്തിക്കുന്നവരെ കുറിച്ചാണ്. രണ്ട്, അവരെ പ്രവർത്തനത്തെ കുറിച്ചാണ്. മൂന്ന്, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ്. ഇനി ശേഷം അള്ളാഹു സത്യം ചെയ്യുന്നത് ഈ സൂറത്തിലെ ഈ ആയത്ത് 2 തവണ ഇതേ മിമ്പർമെന്ന് 2 ഖുത്ബയിൽ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ സാധ്യതയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിന്റെ വഖാർ, ഗാംഭീര്യത്തെ പറ്റിയുമാണ്. എന്തായത് അറിയോ?
വസ്സമാഇ ദാതിർ റജ്അ വൽ അർളി ദാതിസ് സദ്അ. ആവർത്തിച്ച് മഴ പെയ്യിക്കുന്ന ആകാശത്തെ കൊണ്ടും സസ്യലതാദികൾ മുളപ്പിക്കുന്ന ഭൂമിയെ കൊണ്ടും സത്യം. ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ. തീർച്ചയായും ഇത് ഒരു നിർണായകമായ ഒരു വാക്കാകുന്നു, ഇതൊരു തമാശയല്ലെന്ന്. ഇന്നഹു എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുർആൻ ലഖൗലുൻ ഫസ്ലുൻ ഐ ഹഖ്ഖുൻ വസിദ്ഖുൻ ബയ്യിനുൻ വാളിഹുൻ. സത്യവും യഥാർത്ഥവും വ്യക്തവുമാണെന്നാണ് ഇമാം സഅദി വിശദീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലാഹു അവസാനം മനുഷ്യർ ഗൗനിക്കാത്ത വിശുദ്ധ ഖുർആനിലേക്കാണ് കൊണ്ടുവരുന്നത്. അല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഏതു നിമിഷവും അവനിലേക്കൊരു മടക്കണ്ടെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, ഈ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും അവന്റെ ചിന്തയെ ക്രമീകരിക്കാൻ പോകുന്ന വാക്കുകളാണ് അല്ലാഹു തആല എത്ര നേരം പറഞ്ഞത്. മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും നമ്മുടെ മരണത്തിന് ശേഷം വീണ്ടും ഒരു ജീവിതം ഉണ്ടെന്നും ഈ ദുനിയാവിൽ പ്രവർത്തിച്ചു പോയ കർമ്മങ്ങളെക്കുറിച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യുമെന്നും പറയുന്നത് ഒരു കേവലം തമാശയോ വിനോദമോ അല്ല എന്നാണ്. അതാണ് ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസ്ൽ. അള്ളാഹിന്റെ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത് ഒരു തമാശ വർത്താനല്ല, ഒരു വിനോദ വാർത്തയല്ല, ഇത് ഗൗരവമുള്ള വാക്കാണ്. നമ്മൾ ശരിക്കും ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുമാണ്. ഇത്രയും കാര്യം അല്ലാഹു തആല സത്യം ചെയ്ത് പറയണം. ഉറപ്പായും വല്ലാഹി മനുഷ്യർക്ക് പരിചയമുള്ളതിനെ മുന്നിൽ വെച്ച് അല്ലാഹു സത്യം ചെയ്യുന്നത്, മനുഷ്യ നീ നിർബന്ധമായും എന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നതന്നെ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും അള്ളാന്റെ റസൂലിനെ കളവാക്കുന്നവർ, നദീറുമാരെ താക്കീതുകാരെ കളവാക്കുന്നവർ, സത്യത്തെ തടയാനും അസത്യത്തെ ശക്തിപ്പെടുത്താനും വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നീട് അല്ലാഹു തആല ഈ സൂറത്തിൽ പറയണത്, ഇത്രയും പറഞ്ഞപ്പോ അതുകൂടി പറയേണ്ടതുണ്ടല്ലോ, സമാധാനിപ്പിക്കാൻ. എന്നും ഹക്കിന്റെ ആളുകൾക്ക് വെല്ലുവിളി ബാത്തുലിന്റെ ആളുകളാണ്. നമ്മൾ അങ്ങനെ ശരിക്കും മനസ്സിലാക്കാൻ, ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നും സത്യത്തിനെതിരാളി അസത്യമാണ് നമ്മൾ ആലോചിക്കുക. സത്യത്തിൽ നേരെ തിരിച്ചാണ്. അസത്യത്തിന്റെ ആളുകൾക്ക് എന്നും പ്രശ്നം സത്യത്തിന്റെ ആളുകളാണ്. അതാണ് പ്രശ്നം. നോക്കി, നിങ്ങൾ ശിർക്ക് ചെയ്യാൻ ആളുകൾക്ക് തടസ്സം എന്താ? തൗഹീദുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതന്നെ പ്രശ്നം. എന്നും ഹക്കിനെതിരെയാണ് ബാത്തിൽ നിലകൊള്ളുക. കാരണം എന്താ? ഹക്ക് നിലനിന്നാൽ അത് വെളിച്ചാണ്, അത് ഇരുട്ടിനെ നീക്കിക്കളയും. ബിദ്അത്തുകൾ നിലനിൽക്കുന്നത് നിങ്ങൾ ശരിക്കും ആലോചിക്കണത്. നമ്മൾ പലപ്പോഴും തിരിച്ചാ പറയില്ല, അങ്ങനെയല്ല. ഹക്കുണ്ട് എന്നുള്ളതാണ് ബാത്തിലിന്റെ ആളുകൾക്ക് പ്രശ്നം. വടിയോണ്ട് ഇങ്ങനെ തട്ടിയിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൗലാണത്, വിശുദ്ധ ഖുർആനിലെ വാക്ക്, മക്കം ഫത്ഹിന്റെ വേളയിൽ. അതുകൊണ്ട് ഹക്ക് നിലനിൽക്കണം. ഹക്ക് നിലനിൽക്കാൻ ഹക്കിന്റെ മാർഗത്തിൽ ആളുകൾ നിലനിൽക്കുക. അതാണ് ഇന്നഹും യകീദൂന കൈദൻ വഅകീദു കൈദ ഫമഹ്ഹിലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. തീർച്ചയായിട്ടും അവർ വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും. എന്നും വഹി കിട്ടി അള്ളാന്റെ സഹായം കിട്ടുന്ന, അള്ളാഹു നേർക്ക് നേരെ വഹി ഇറക്കിക്കൊടുത്ത് എല്ലാ സന്ദർഭത്തിലും സഹായിച്ചു കൊണ്ടുപോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ നേരെ പോലും ശത്രുക്കളുടെ പകപോക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓട്ടക്കാലണക്ക് വിലയില്ലാത്ത, ദുആക്ക് ഇജാബത്തുണ്ടോ ഇല്ലെന്ന് പോലും ഉറപ്പില്ലാത്ത ഞാനും നിങ്ങളും നടത്തുന്ന ദഅവാ പ്രവർത്തനത്തിനും എന്റെയും നിങ്ങളുടെയും ഇസ്ലാമിക ദഅവത്തിനും എന്തായാലും ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ആശ്വസിപ്പിക്കാണ്, ഞാനും തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന. ആകയാൽ നബിയെ, കാഫിറുകൾക്ക് കാലതാമസം നൽകുക, അല്പസമയത്തേക്ക് അവർക്ക് താമസം നൽകിയേക്കുക എന്ന് അല്ലാഹു തആല പറയാണ്. എന്നറിയോ? നുമത്തിഉഹും ഖലീലൻ
ثم نضطرهم إلى عذاب غليظ എന്ന് സൂറത്ത് ലുഖ്മാനിൽ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആലയെ കുറിച്ച് പറഞ്ഞത് നാം അവർക്ക് അല്പം സുഖം അനുഭവിപ്പിക്കുന്നു എന്നാണ്. നിങ്ങൾ ഇന്ന് ജീവിക്കണ കുഫാറുകളുടെ അവസ്ഥ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ഭയങ്കര സുഖത്തിലും സൗകര്യത്തിലും അല്ല. പിന്നെ കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നതാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ഒരു മടക്കമുണ്ട് എന്നും ആ മടക്കത്തിന് മുമ്പ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കലാണെന്നും അത് കൃത്യമായി തൗഹീദുള്ളവരായി ഇത്തിബാ ഉള്ളവരായി സുന്നത്തുള്ളവരായി ശരിയായ രീതിയിൽ ദീനനുസരിച്ച് കഴിയുന്നത്ര സ്വന്തം ജീവിതത്തെയും അതുപോലെ അവനവന്റെ കുടുംബത്തെയും അത് കഴിഞ്ഞ് പുറത്തേക്ക് മറ്റുള്ളവരിലേക്ക് കൂട്ടുകുടുംബങ്ങളിലേക്ക് നാടുകളിലേക്കൊക്കെ അള്ളാന്റെ ദീൻ എത്തിക്കുന്ന പ്രവർത്തികളിൽ സജീവരായി മുന്നോട്ട് പോവുക എന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും നമ്മൾ പ്രവർത്തിക്കേണ്ട മേഖലക്കഥയാണ്. അതെല്ലാം മറന്നിട്ട് ഇവിടെയുള്ള മറ്റാളുകളെ പോലെ കേവലം ഈ ലൗകികതയുടെ പുറകെ മാത്രം പോവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് കരണീയമായ ഒരു കാര്യമില്ല. ഈ സൂറത്ത് നമ്മൾ എത്ര തവണ ഓതുന്നുണ്ടോ അത്ര തവണയും മനുഷ്യന്റെ ബാധ്യതകൾ അല്ലാഹു തആല പേർത്തും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു തൃപ്തിപ്പെട്ടതുപോലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അവനെ കണ്ടുമുട്ടാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു തആല പുറത്തുവരുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന അട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മണ്ണിൽ അള്ളാന്റെ ദീന് പഠിച്ചും പകർത്തിയും പ്രബോധനം ചെയ്തും ഷഹീദായി അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.